പണിയില്ല സാർ. ഇത് സർവീസ് ടാക്സ് അടക്കം ഏകദേശം 12,000 റുപ്പീസ് ആവുന്നുള്ളൂ. സാറിന് പേപ്പറൊക്കെ ഓക്കെ അല്ലേ? ഈ ഇൻഷുറൻസ് ഒക്കെ ഞാൻ ക്ലെയിം ചെയ്ത് തന്നോളാം. യു വെൽക്കം സാർ. യെസ് സാർ. കടന്നു വരൂ, കടന്നു വരൂ, കടന്നു വരൂ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. നിങ്ങളുടെ വില നിങ്ങൾക്ക് തീരുമാനിക്കാം. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. എന്തെങ്കിലും എടുത്തോണ്ട് പോയേട്ടാ, കയ്യിലുള്ള കൊടുത്താൽ മതി. മുതലാളിക്ക് ഭ്രാന്താണ്. മുതലാളിക്ക് ഭ്രാന്ത് പിടിച്ചേ. അസിസ്റ്റന്റ് മാനേജർ ആള് കൊള്ളാലോ. ഉടനെ പ്രൊമോഷൻ ഒക്കെ കിട്ടോ? ഈ പോക്കുവായി മിക്കവാറും അവരെന്നെ കൊണ്ടേ പോവും. കൊള്ളു നിന്നെ. നിനക്ക് ആ റിംഗ് ടോൺ ഒന്ന് മാറ്റിക്കൂടെ അഞ്ജലി? തുടങ്ങി. എന്തെങ്കിലും കിട്ടാണ്ടിരിക്കായിരുന്നു. ഫോൺ എടുക്കാൻ അഞ്ജലി. ആരത്? അതൊരു ഞരമ്പ് രോഗിയാ. ഇവിടെ ഒന്നും വേറൊരു പണിയില്ല. ഞാൻ സംസാരിക്കാം. എന്റെ അമ്മു, അത് അതിലും വലിയ പണിയാവും. ആവശ്യം വരുമ്പോ പറഞ്ഞോളാം. കുറച്ചൊരു ഒച്ചത്തിൽ ചോക്കാൻ പറ്റൂ? So sorry. 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 Hey. അമ്മ, സിദ്ധാർത്ഥ് പോയോ മോളെ? റെഡി ആവുന്നേ ഉള്ളൂ. എന്താ അമ്മേ വിശേഷം? ഒരു വിശേഷമുണ്ട്, അത് പറയാനാ ഞാൻ വിളിച്ചത്. അജുന് നല്ല ഒരു ആലോചന വന്നിട്ടുണ്ട്. ആഹാ. അടുത്ത ബന്ധുക്കളും വീട്ടുകാരും കൂടി അവിടെ വരെ ഒന്ന് പോണം. ദിവസം നിശ്ചയിച്ചിട്ടില്ല. മോള് സിദ്ധാർത്ഥ കൂടി വരില്ലേ? പിന്നെ വരാണ്ട്. അമ്മ ഞാൻ പിന്നെ വിളിക്കാം. ആ അമ്മേ, പപ്പയോട് സിദ്ധുവിനെ ഒന്ന് വിളിക്കാൻ പറയൂ. ശരി മോളെ, ഞാൻ പറയാം. ശരി അമ്മ. ഇപ്പൊ ശരിയാക്കി തരാം. അമ്മയാ വിളിച്ചത്. അജുവിന് ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട്. അത് ഉറപ്പിക്കാനായി നമ്മൾ രണ്ടാളോടും വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. നിന്റെ അപ്പന്റെ കലിപ്പിതരോട് മാറിയിട്ടല്ലേ? നമുക്ക് എന്തായാലും പോണം. പപ്പയുടെ ദേഷ്യം അതോടെ തീരും. നീ ഇതുവരെ മസിനെ കൂടി വന്നിട്ടില്ലല്ലോ. നമുക്ക് ആ വഴി ഊട്ടിയൊക്കെ ഒന്ന് കറങ്ങാം. പ്ലീസ്. ആലോചിക്കും. ഞാൻ പെർഫ്യൂം അടിച്ചല്ലേ? കുറച്ച്. ചുമ്മാ ടെസ്റ്റ് അടിച്ചതല്ലേ? വേണമെന്നല്ലേ വേണ്ട. Hey, sir. Sir.
തൻ്റെ ഡെസ്കിൽ നിന്ന് കുറച്ച് കംപ്ലയിൻസ് കസ്റ്റമർ കെയറിൽ പോയിട്ടുണ്ട്. കസ്റ്റമേഴ്സായിട്ട് റിലേഷൻഷിപ്പ് കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അത് തൻ്റെ കരിയറിനെ തന്നെ ബാധിക്കും. ഷുവർ സർ. ബി സീരിയസ്, ഓക്കെ? ഗുഡ് ഈവനിങ് സാർ. സാറിൻ്റെ വണ്ടി റെഡി ആയിട്ടുണ്ട്. സാർ സാർ വണ്ടിയുടെ ഇൻഷുറൻസ് തേർഡ് പാർട്ടി ആയതുകൊണ്ട് 10 പൈസ പോലും സാറിന് ക്ലെയിം കിട്ടില്ല സാർ. മൊത്തം കാശ് സാറ് തന്നെ അടയ്ക്കേണ്ടി വരും. അത് പറയുമ്പോൾ തനിക്കെന്താ ഇത്ര സന്തോഷം? സാർ ഈ കസ്റ്റമേഴ്സിനോട് ചിരിച്ചിട്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ എൻ്റെ പണി പോകും സാർ. താങ്ക് യു സാർ. അച്ഛനെ ഞാൻ ബോർഡിങ്ങിൽ ചേർക്കണമെന്ന് വിചാരിക്കുന്നത്. അപ്പം മതിച്ചിട്ട് അവൻ ഇത്രയും വഷളായത്. കാപ്പി വേണോ? വേണ്ട. അയ്യോ, കറണ്ട് പോയി. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. കാണാഞ്ജലി ജ്യൂസ്. ഹേ, അപ്പൊ ശരി, പോട്ടെ. വാച്ചു പോവാം. കണ്ട അവനെ അവൻ ശരിയല്ല. ചോദിച്ചു വാങ്ങിച്ചതല്ലേ, ചോദിച്ചു വെച്ചു.